ഹായ് ഹലോ നമസ്കാരം. ഇത് മടി കാരണം വിട്ടുപോയ ആലപ്പുഴ ഫെസ്റ്റിൻ്റെ വീഡിയോ ആണ്. ഇത് തന്നെയാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്. ലാർജസ്റ്റ് മാൻ മെയ്ഡ് വാട്ടർഫോൾസ്. ആലപ്പുഴക്കാർക്ക് വാട്ടർഫോൾസ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടൈമിൽ വേറെ എങ്ങോട്ടും പോകണ്ട. കാരണം ഇത് തന്നെയായിരുന്നു കിടു ഓപ്ഷൻ എന്നുള്ളത്. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ വീട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റോഡ്, ഓപ്പോസിറ്റ് സൈഡിലൊരു വീട്, ഒരു നല്ലൊരു സ്ട്രീറ്റ് ലുക്ക് കിട്ടും. നമ്മൾ വേറൊരു സിറ്റിയിൽ നിൽക്കുന്ന പോലത്തെ ഉള്ള ഒരു ആംബിയൻസ് ആണ് അവിടെ കിട്ടുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മൾ പോകുന്നത് ആർട്ടിഫിഷ്യലിൻ്റെ ലോകത്തിലേക്കാണ്. ഫുള്ള് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് ആന, മയിൽ, ഒട്ടകം എന്നും വേണ്ട സകലമാന സാധനങ്ങളെയും ജന്തുക്കളെയും കൊണ്ട് അവർ പൂ കുത്തി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. എനിക്ക് പിന്നെ വലിയൊരു പാവ് ഫാക്ടർ ഒന്നും അടിച്ചില്ല. കാരണം നമ്മൾ ഈ ഇവൻറ്റിൽ പോകുമ്പോൾ സ്ഥിര കാഴ്ചയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് അവർ ഓരോ ഡെക്കറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ വൺ ടൈം വാഷ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ സംഭവങ്ങളും വീടുകളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ട് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ഒരു വീഡിയോ പോലും നല്ല പ്രോപ്പറായിട്ട് കിട്ടില്ല. അത്രമാത്രം തിരക്കെന്ന് വെച്ചാൽ റഷ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത റഷ്. ആലപ്പുഴക്കാർ മൊത്തം ഇവിടെ ആയിരുന്നു തന്നെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം ചക്കപ്പഴത്തിൽ ഈച്ച കുഞ്ഞുങ്ങൾ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ എന്നാ തിരക്കാണോ. ഒരു ഫോട്ടോ വീഡിയോസ് പോലും കറക്റ്റായിട്ട് കിട്ടിയില്ല. ഇപ്പം നീ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കും. ഞാനിവിടെ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വന്നത് എന്ന് പറയേണ്ടി വരും. പോട്ടെ, എല്ലാവരും ആസ്വദിക്കാൻ വരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പിരിറ്റിലങ്ങ് എടുത്തു. എന്ത് സ്പിരിറ്റിലാണല്ലേ. പിന്നെ നമ്മൾ സ്ഥിരം പിന്നാമ്പുറ കാഴ്ചകളെന്ന് പറയുന്ന പോലെ കുറേ സ്റ്റോളിലെ പലഹാരങ്ങളും സാമ്പിളും. ചേട്ടാ കുറച്ച് സാമ്പിൾ തരാമോ, ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഒരു സാമ്പിൾ കഴിക്കണം, എന്നാലും നമുക്കൊരു തൃപ്തി വരത്തുള്ളൂ. അങ്ങനെ കുറേ സാമ്പിളൊക്കെ മേടിച്ച് പിന്നെ അവിടെയുള്ള ചേച്ചിമാരും ചേട്ടന്മാരും അവരുടെയൊക്കെ പ്രൊഡക്റ്റുകൾ നമ്മുടെ ഇതിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. സോപ്പൊക്കെ എടുത്ത് ദേഹത്ത് ഉരച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളും കലാവിരുതുകളും ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാശ് പോകാനുള്ള വേറെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന മൊന്തകൾ മറ്റേ ബോൾ വെച്ചിട്ട് തല്ലി ഉടയ്ക്കുക, അല്ലെങ്കിൽ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുക, 5 മറ്റേ ബലൂണ് പൊട്ടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാശ് കുറയുന്ന കുറേ പരിപാടികളുണ്ട്. അതിനൊക്കെ നല്ല ഗംഭീരമായിട്ട് കാശ് പൊട്ടിക്കുകയും ചെയ്ത് എന്നിട്ട് കിട്ടാതെ വരുമ്പോൾ ഒരു നഷ്ടബോധം. പോട്ടെ, എന്തേലും ആയിപ്പോട്ടെ. എന്നിട്ട് പിന്നെ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളൊക്കെ. പിന്നെ രസമുണ്ടായിരുന്നു, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. പിന്നെ ഞങ്ങൾ ബജ്ജിക്ക്